സഹൃദരെ, ഒന്നാം രണ്ടാം മൂന്നാം നാടകങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു നാടകവുമായി ജാസ്മിൻ ജാഫർ ലൈവിൽ. അതിലോട്ട് വരാം. അതിനു മുമ്പ് നാടകങ്ങളുടെ ചുരുക്കം ഞാനൊന്ന് ഓടിച്ചു പോകാം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഗബ്രി ജാസ്മിൻ കോംബോ വളരെയധികം ആഘോഷിക്കുകയായിരുന്നു. ജാസ്മിനും ഗബ്രി മാത്രം ഹൗസിനുള്ളിൽ ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ പുറത്ത് ജാസ്മിൻ വിചാരിച്ചത്, എൻ്റെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് പിള്ളേർ റൊമാൻറ്റിക് BGM ഒക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് ആഘോഷിക്കുന്നതായിരിക്കും എന്ന് ജാസ്മിൻ ഗബ്രി അങ്ങ് വിചാരിച്ചു. പക്ഷെ പുറത്ത് പൊങ്കാലയാണ് ഇടുന്നതെന്ന് ജാസ്മിന്റെ വാപ്പ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളെ പൊങ്കാലയാണ് പുറത്തിട്ടുന്നത്, മക്കൾ ഒന്നുകിൽ വച്ച് നിർത്തിയിട്ടില്ല, പെട്ടിക്കടക്ക് എടുത്ത് വീട്ടിൽ പോര്, അല്ലെങ്കിൽ മര്യാദയ്ക്ക് കളിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞ് കുടുംബം മൊത്തം വിളിച്ച് അലക്കി. 2 മിനിറ്റേ സംസാരിച്ചോളൂ എന്ന് പറയുന്നു. പക്ഷെ എന്തോ വലിയ സീക്രട്ട് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചില്ല 2 മിനിറ്റിന്റെ സംസാരം. പിന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പാക്ക് വയ്യ എന്നുള്ള രീതിയിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പക്ഷെ അതല്ല സത്യം. പിന്നെ ആ നാടകം ഒരു മൊത്തത്തിൽ അവർ ക്രിയേറ്റ് ചെയ്ത നാടകം ആയതുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് വാപ്പാക്ക് വയ്യ എന്നായതുകൊണ്ടും എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന ദിവസം വാപ്പാക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ലാലേട്ടൻ പറയുമ്പോൾ ജാസ്മിൻ എണീറ്റ് വന്നിട്ട് കൈ പൊക്കിട്ടു. ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ, എന്താണ് പഞ്ചായത്ത് റൗണ്ടിൽ ബ്ലോക്ക്, ട്രാഫിക് ബ്ലോക്ക്, അതാ ബ്ലോക്ക് പഞ്ചായത്ത്. എന്തുവാടേ ഇത് കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ മണ്ടന്മാരാകണം ഞങ്ങളെ. വി ആർ നോട്ട് മണ്ടൻസ്, മനസ്സിലായ? അങ്ങനെ മൊത്തം ആൾക്കാരെ പൊട്ടം തട്ടിക്കാനുള്ള കഞ്ഞിയും പയറും പരുവം കാണിച്ചു. ഇപ്പൊ അതിനുശേഷം ഈ പറയുന്ന ജാസ്മിൻ ഈ പറയുന്ന പോലെ വാപ്പ വിളിച്ചതിന് ശേഷം അകത്ത് വന്നിട്ട് വാപ്പാക്ക് വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പോസിബിലിറ്റി അവിടെ നടക്കാൻ പോകുന്ന ഗബ്രിയെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുക എന്നത് കൂടുതലായിരുന്നു. പക്ഷെ ഗബ്രി ആ ഗ്യാപ്പിൽ അടുക്കാൻ നോക്കിയിട്ട് അമ്പും ബില്ലും മുന്നോട് അടുക്കാതെ ജാസ്മിൻ ജാഫർ എന്തായാലും അപ്പോഴൊഴിവാക്കി വീണ്ടും അവർ കോമ്പോ ഒന്നിച്ചും കെട്ടിപ്പിടിയും ഉമ്മോയ്പും കിസടിയും പിന്നെ നക്കലും ഒന്നും ഇല്ലാണ്ട് പോകുന്നു. പക്ഷെ വീണ്ടും അവർ ഒന്നിച്ച് തന്നെയാണ് നടക്കുന്നതും കൈ പിടിച്ചൊക്കെ നടക്കുന്നുണ്ട്. ഇനി അതിൽ ഞാൻ സദാചാരം പറയുന്നൊന്നും പറയില്ലടേ. ഇവര് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ മറയിൽ കാണിച്ചു കൂട്ടിയ പരിപാടികൾ നമ്മൾ പ്രേക്ഷകർ കണ്ടോണ്ടിരുന്ന തന്നെ. ഇനി വന്നിട്ട് ഇനി വെളുപ്പിച്ചോണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും വാപ്പയുടെ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞതിന് ശേഷം ജാസ്മിൻ ഒരുപാട് മാറ്റം മാനസാന്തരപ്പെട്ടിരിക്കുകയാണ്. ജാസ്മിൻ അതിനുശേഷം ഹൗസിൽ ഭയങ്കര അച്ചടക്കവും മര്യാദയും ശാന്തസ്വരൂപിണിയായിട്ട് ഇങ്ങനെ പോകുന്നു. ചുമ്മാ തള്ളി മറിക്കാതെ വെളിയിൽ നടന്ന കാര്യം കേട്ടതിന് ശേഷം മോൾ ഇങ്ങനെ ആയി. എന്നാൽ ജാസ്മിൻ പുതിയൊരു സ്ട്രാറ്റജിയുമായിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അതായത് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് നാട്ടുകാരോടും വാപ്പേരോടൊക്കെ ഒന്നും കൂടി സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ ജാഫർ. കേൾക്കണ്ട ഒന്നുമില്ല, കേൾക്കാനൊന്നുമില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമ്മർ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു ലൈവ് അപ്ഡേറ്റ് ഞാൻ കൂടെ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ പിന്നെ ലൈവ് അപ്ഡേറ്റ് കാണാറില്ല, ഇരുന്ന് ജസ്റ്റ് ഒക്കെ നോക്കും, ഇടയ്ക്കിടയ്ക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. പ്രേക്ഷകരോട് എന്നെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ എനിക്കൊരു അവസരം കൂടി നൽകൂ. കുറച്ചു പേരെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ശരിയായിരുന്നു എന്ന് തെളിയിക്കാൻ എനിക്കൊരു അവസരം തരണമെന്നാണ് ജാസ്മിൻ ക്യാമറയിൽ നോക്കി പറയുന്നത്. അതോടൊപ്പം വരട്ടെ. അപ്പൊ ഇപ്പൊ തരാം അവസരം. കാണിക്കേണ്ട അവരകത്ത് മൊത്തം ഹൗസിന്റെ അകത്ത് കാണിച്ചു കൂട്ടിയിട്ട് ഇനി അവസരോ? അപ്പൊ ഇത് തന്നെ മനസ്സിലായിക്കൂടെ? ജാസ്മിന്റെ വാപ്പ വിളിച്ചു പറഞ്ഞത് ഇതല്ല, ബ്ലോക്കിന്റെ കേസല്ല. അത് അത്യാവശ്യം കഞ്ഞിയും പയറും അല്ലെങ്കിൽ പട്ടിണി കിടക്കണവന് മനസ്സിലാവുന്ന ഒരു കേസാണ്. ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകരെ മൊത്തം പറ്റിച്ചുകൊണ്ട് അവിടെ കാണിച്ച തട്ടിപ്പ് പരിപാടിയായിരുന്നു വാപ്പാക്ക് വയ്യ എന്നുള്ള രീതിയിൽ. കാരണം ഇങ്ങേരെ തന്നെ മറ്റേ പള്ളിയിൽ പോയി നിന്ന് കഞ്ഞി വാങ്ങുകയാണ്. ഹാർട്ടിന് വയ്യ, മെഡിക്കലിൽ ആയിരുന്നു, ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ ഒരാള് പള്ളിയിൽ പോയി നിന്ന് കഞ്ഞി വാങ്ങുകയാണ്. മറ്റേ മഴവിൽ കേരളയിൽ ആ ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. കഞ്ഞി വാങ്ങുകയാണ്, ഭാര്യയ്ക്ക് മോനുള്ള കഞ്ഞിയെന്ന്. ഹാർട്ട് പേഷ്യൻ്റാണ് കഞ്ഞി വാങ്ങാൻ വന്നത്. മോന് വരാൻ വയ്യ, മോൻ ജുജു വാവയായിരിക്കും, വരാൻ വയ്യ. അതുകൊണ്ട് വാപ്പ വന്ന് കഞ്ഞിയും പയറും വാങ്ങിച്ചോണ്ട് പോകണം. എന്തുവാടേ ഇത്? കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരാ. ഞങ്ങൾ ഇങ്ങനെ മണ്ടന്മാരാക്കല്ല കേട്ടാ, ഞങ്ങളെ മണ്ടന്മാരല്ല, ഞങ്ങൾക്കറിയാം സത്യം എന്താണെന്ന്. മൊത്തത്തിൽ കയറി നിന്ന് നാടകം കളിച്ച് പൊളിച്ചടുക്കി നാട്ടുകാർ വീണ്ടും കയ്യിൽ കൊടുത്ത്. സത്യം ഞാൻ ഒരു കാര്യം സീരിയസിൽ പറയാൻ, ജാസ്മിന് ഒരു വിധത്തിലെ നെഗറ്റീവ് ഉണ്ടായിരുന്ന സമയത്താണ് വിവിയുടെ ചാനലിൽ വീണ്ടും ഒരു ഇന്റർവ്യൂ, വാപ്പാടെ ഉമ്മാടെ ഇന്റർവ്യൂ വരവേ ഒന്നുകൂടി കുറെ കൂടി ഒന്ന് കുലുക്കി നെഗറ്റീവ് കൂട്ടി കിളക്കി വെച്ച്. ആ അവസ്ഥയാണ് ജാസ്മിന് രണ്ടാളുണ്ടായത്, മനസ്സിലായ? എന്നിട്ട് അതും പോരാഞ്ഞിട്ട് മഴവിൽ കേരളയിൽ പോയി വീണ്ടും ഇന്റർവ്യൂ. കഞ്ഞിപ്പാത്രം പിടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ കഞ്ഞി വാങ്ങാൻ വന്നതാണ്, പള്ളിയിലൊന്നും എന്റെ മോളെ പുറത്താക്കിയിട്ടില്ല. ഇതൊക്കെയാണ് തെളിയിക്കാൻ വന്നത്. ഹാർട്ടിന് വയ്യാത്ത ഒരു പേഷ്യന്റിനെ ഒറ്റയ്ക്ക് വീട്ടിലൊന്ന് വിട്ടിരിക്കുകയാണ്.
മകളെ വിളിച്ച് എന്തോ വലിയ സീരിയസ് ആണെന്ന് പറഞ്ഞതുപോലെയാണ് പറഞ്ഞത്. ആർട്ടിന് വലിയ ഭയങ്കര സീരിയസ് ആണെന്നുള്ളൊരു മോള് വിഷമിക്കണ്ട. എന്തുവാണ് ഇത്? കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരാ. കൊണ്ട് വിട്ടുകൊടുത്ത് എന്നിട്ട് കഞ്ഞി മാഞ്ചോണ്ടിരിക്കുന്നു പള്ളിയിലെ മുമ്പിൽ പോയിട്ട്. ഭാര്യയ്ക്കും മകനുമുള്ള കഞ്ഞിയാണ്. ഓക്കെ, ബാക്കിയാക്കാം. വീട്ടുകാരോട് നിങ്ങളോട് ഞാൻ ഇനി എന്താണ് പറയേണ്ടത്? സമാധാനപരമായിട്ടിരിക്കൂ. ഞാൻ വരും, ഞാൻ ഉണ്ടാകും, ഞാനേ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളൂ. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നാണ് ജാസ്മിൻ വീട്ടുകാരോട് പറയുന്നത്. അതായത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജാസ്മിൻ പറഞ്ഞത്. അതായത് സമാധാനക്കേടിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് ജാസ്മിനോട് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ പ്രേക്ഷകരോടും ജാസ്മിൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് അവർക്കും ഗബ്രിക്കും ഇടയിൽ ഉണ്ടായിരുന്നത് സൗഹൃദമാണ്, അത് തെറ്റായ രീതിയിലുള്ളതല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അവർക്കൊരു അവസരം വേണമെന്നാണ് ഓഡിയൻസിനോടും അവർ പറയുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ബൈ. കാണിക്കേണ്ട അവരാധന മൊത്തം കാണിച്ചു വെച്ചിട്ട് ഇനി അവസരം കൊടുക്കണമെന്ന്. അടേ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അതിന് മാത്രം ഉത്തരം താ ഗായ്സ്, വേറെ ഒന്നുമല്ല. ഇപ്പോ മോള് പറഞ്ഞത് അപ്പാക്ക് വയ്യ, മീൻസ് വാപ്പാക്ക് വയ്യ, ആ കേസാണ് വാപ്പ വിളിച്ച് 2 മിനിറ്റ് സംസാരിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ പുറത്ത് നടക്കുന്നത് എങ്ങനെയടേ മോൾ അറിഞ്ഞ് ലോജിക്ക് വെച്ച് ചിന്തിക്കുക. മോൾക്ക് ഒരു അവസരം കൂടി തരണമെന്ന് പറയുന്നത് അതെന്തുവാട്ടേ? മോള് വിചാരിച്ചോണ്ടിരുന്ന റൊമാൻറ്റിക്കലിട്ട് BGM ഇട്ട് മാസ് കെട്ടി നാട്ടുകാർ ആഘോഷിക്കുന്നു എന്നാണ് മോളെല്ലാം വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ അതല്ല മോൾ സംഭവിക്കണമെന്ന് മോളറിഞ്ഞപ്പോ താമസിച്ചോയി. എന്ത് പാട്ടെ ഞങ്ങൾ ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് എന്ത് പാട്ടാ ഇത് കാണിക്കുന്നത്? എനിക്കറിയാൻ പാടില്ലാത്തോണ്ടാണ് ചോദിക്കുക. അവസാനം തര കാണിക്കേണ്ട മൊത്തം കാണിച്ചു കൂട്ടി വെച്ച്. എടാ ഞാൻ ഒരു കാര്യം സീരിയസ്ലി പറയാം, ഇവിടെ ഒറ്റ മനുഷ്യൻ സപ്പോർട്ട് ചെയ്യല്ലോ, മനസ്സിലായോ? ഇന്നലെ ഞാൻ വേറൊരു സിയാദിന്റെ എന്റെ പ്രീവിയസ് വീഡിയോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. സിയാദിന്റെ ഒരു കാര്യം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സിയാദുമായിട്ട് ഇവള് കാണിച്ചു, അവനെ തേച്ചൊട്ടിച്ച് പണ്ടാടക്കിയ വീഡിയോ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ ലൈഫിലും റിയൽ ലൈഫിലും എല്ലാവരും ഫ്രോഡ് പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരുന്നത്, മനസ്സിലായല്ലോ? നിങ്ങൾ ജനങ്ങളെ വിലയിരുത്തണം. ഇനി ഇവളുടെ ഒന്നും വാക്കുകളിൽ ഒരുത്തം പോലും വിശ്വസിക്കരുത്. അമ്മാതിരി കള്ളത്തനാണ് പടച്ചു വിടുന്നത്. ഇനിയിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞുതരാം, വന്നിരുന്ന് പൊട്ടം നട്ടിക്കിന് ആടിനെ പട്ടിയാകുന്ന രീതിയിലുള്ള ഡയലോഗ് ഇവള് അടിച്ചിറക്കും. മനസ്സിലായോ? അതാണ് ഇനി അടുത്ത ഇവള് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ജനങ്ങളെ പൊടി തട്ടാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിന്റെ ക്യാമറയുടെ മുന്നിൽ നിന്ന് വാപ്പാരോടെയും നാട്ടുകാരോടെയൊക്കെ സംസാരിക്കുന്നത്, അഭിനയിക്കുന്നത്. കള്ളത്തനോ വെറും കള്ളത്തനോ കാണിച്ചു കൂട്ടുന്നത്. അല്ലെങ്കിൽ ഇമാതിരി ഇപ്പൊ പരിപാടി ഇറക്കും. പുതിയ സ്ട്രാറ്റജി കൊണ്ടിറങ്ങുക. കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ടാണ് ഇവള് മരകിയിരിക്കുന്നത്. ആ ഗബ്രി അവൻ ലോകം ഉടായപ്പ, സത്യമുള്ള അതിന്റെ സീരീസിൽ വരെ ലോകം ഉടായപ്പ. ഗപ്രിയും എന്തൊരു ജപ്രി മൊത്തത്തിൽ രണ്ടും കൂടി ചേർന്ന് വെച്ച സിയാദ്, മുന്നേക്ക, അഫ്സൽ, ജപ്രി. അതിന് മുമ്പേ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സിയാദ് ഈ മറ്റേ ടാങ്കോലൊക്കെ കയറി നിന്ന് പറ്റിച്ച കഥകളൊക്കെ ഞാൻ ഇന്നലെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ സിയാദ് വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പ്രീവിയസ് വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. അതുപോട്ടെ പേഴ്സണൽ ലൈഫ് അതിലും ഫുൾ ഉടായ്പ്, ഈ റിയൽ ലൈഫിലും ഫുൾ ഉടായ്പ്. കാരണം ബിഗ് ബോസിൽ പോയിട്ട് നാട്ടുകാരെ മുമ്പിൽ കടന്ന് ഓരോ പരിപാടിയൊക്കെ കോപ്രായം കാണിച്ചു കൂട്ടി വാപ്പ വിളിച്ചു പറഞ്ഞു വീട്ടിൽ നിന്ന്. മൊത്തത്തിൽ അവരെല്ലാവരും കൂടി ഫാമിലി ചേർന്നിരുന്നായിരിക്കും വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. വീണ്ടും അത് ജനങ്ങളെ മണ്ടന്മാരാക്കാനുള്ള അടുത്ത ട്രിക്ക് ഇറക്കുന്നു. കഷ്ടം. എന്തായാലും കുഴപ്പമില്ല, ഞങ്ങളെ പോലുള്ളവന്മാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതൊന്നും വെറുതെ വിടത്തില്ല, വലിച്ചു കയറി ജോലി ഒട്ടിക്കും ഗൈസ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്.